മദ്യപിച്ച് ലെക്ക് കിട്ടുന്ന നടു റോഡിൽ പോലീസ് ഏമാന്റെ അഭ്യാസം. സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡിവൈഎസ്പിയാണ് മദ്യപിച്ച് അപകടകരമായ ഔദ്യോഗിക വാഹനം ഓടിച്ചത്. അനിലിനെ ജാമ്യത്തിൽ വിട്ടു. വിശദാംശങ്ങളുമായി രഘുനാഥ് നാരായണൻ ചേരുന്നു. രഘു, ഗുഡ് മോർണിംഗ്. അത്രയും അപകടകരമായ രീതിയിലായിരുന്നു ഈ വാഹനം ഓടിക്കൽ. ഏമാന്റെ വിശദീകരണം എന്തെങ്കിലും ലഭ്യമാണോ? ഇന്നലെ രാത്രിയാണ് ഈ നമ്മുടെ എറണാകുളത്ത് നിന്ന് ചേർത്തലയ്ക്കുള്ള ദേശീയപാതയിൽ സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലെ ഡിവൈഎസ്പി ആയ അനില് അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചത്. പോലീസിന്റെ ഔദ്യോഗിക വാഹനത്തിലായിരുന്നു ഇദ്ദേഹത്തിന്റെ യാത്ര. ഈ വാഹനത്തിന്റെ പോക്ക് ഒരു മോശമായ രീതിയിൽ പോകുന്നത് കണ്ട് നാട്ടുകാരാണ് വിവരം പോലീസിനെ അറിയിച്ചത്. ഉടൻ തന്നെ അവിടെ അടൂർ പോലീസ് എത്തി ചന്ദൂരിൽ നിന്ന് ഉദ്യോഗസ്ഥനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. പോലീസിന്റെ സംശയം ഒരു പക്ഷേ ഇത് വ്യാജ വാഹനമാണ് എന്നുള്ളൊരു സംശയമായിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥനെ കസ്റ്റഡിയിൽ എടുത്തപ്പോൾ ഇദ്ദേഹം ഡിവൈഎസ്പി ആണെന്നും സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലാണ് ജോലി ചെയ്യുന്നതെന്നും മനസ്സിലായി. തുടർന്ന് ഇദ്ദേഹത്തെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ആദ്യഘട്ടത്തിലൊന്നും ഇദ്ദേഹം ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചിരുന്നില്ല. പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപകടകരമായ രീതിയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്നുള്ളൊരു വകുപ്പാണ് ചുമത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് തന്നെ സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന വകുപ്പായതുകൊണ്ട് തന്നെ വൈകുന്നേരം രാത്രി തന്നെ അദ്ദേഹത്തെ സ്റ്റേഷൻ ജാമ്യത്തിൽ കിട്ടും. പക്ഷേ ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്തതിനും ഒപ്പം തന്നെ മദ്യപിച്ച് ഈ ഔദ്യോഗിക വാഹനം ഓടിച്ചതിനും ഉദ്യോഗസ്ഥനെതിരെ വകുപ്പ് തല നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥൻ അത് സംബന്ധിച്ച് വിശദീകരണം അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ് നൽകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി രഘു.